ഹലോ നമസ്കാരം, ഞാൻ ബിന്ദു ആണ് കേട്ടോ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഹെൽത്തി ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ ചൂടിൻ്റെ ക്ഷീണവും ദാഹവും ഒക്കെ മാറ്റാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സിമ്പിൾ തണ്ണിമത്തൻ ജ്യൂസാണിത്. ഇതിന് വത്തക്ക ജ്യൂസ്, കുമ്മട്ടി ജ്യൂസ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് നമുക്ക് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കഷ്ണം തണ്ണിമത്തൻ എടുത്തിട്ടുണ്ട്. ഇനി ഇത് മുറിച്ചിട്ട് നമുക്ക് ഈ നടുഭാഗത്ത് ഈ ചുവപ്പ് കളർ കാണുന്നതൊക്കെ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കാം. ഒരു ബൗൾ എടുത്തിട്ട് തണ്ണിമത്തങ്ങയുടെ കഷ്ണം ഇങ്ങനെ കൊത്തി അരിഞ്ഞെടുക്കണം കേട്ടോ. തണ്ണിമത്തൻ അരിഞ്ഞെടുക്കുന്ന സമയം കൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് പെട്ടെന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കണം. അപ്പോഴാണ് നിങ്ങൾക്ക് എൻ്റെ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കിട്ടുക. അപ്പോൾ ഇനി നമുക്ക് ഈ തണ്ണിമത്തൻ മുഴുവൻ അരിഞ്ഞെടുക്കാം. ഈ ഒരു പീസ് തണ്ണിമത്തൻ മൊത്തം അരിഞ്ഞെടുത്തു കേട്ടോ. ഇനി അടുത്ത പീസും ഇതുപോലെ തന്നെ അരിഞ്ഞെടുക്കാം. അടുത്ത പീസും ഇതുപോലെ തന്നെ മുറിച്ചെടുത്തു കേട്ടോ. ഇത് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കാം. മിക്സിയിലിട്ടിട്ട് ജ്യൂസ് അടിക്കൊന്നും വേണ്ട, ഇതിങ്ങനെ ഒന്ന് ഉടച്ചെടുത്താൽ മതി കേട്ടോ. ഇതിൽ കാണുന്ന ഈ കുരുക്കളൊക്കെ നമ്മൾ നീക്കം ചെയ്യണം. ഇതിൽ നിന്ന് കിട്ടുന്ന കുരുക്കളൊക്കെ നമുക്കിങ്ങനെ മാറ്റിയെടുക്കാം കേട്ടോ. ഇതിലെ കുരുക്കളെല്ലാം നമ്മൾ നീക്കം ചെയ്തെടുത്തു. ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്, 4 ഏലക്ക എടുത്തിട്ടുണ്ട്. ഇത് മിക്സിയുടെ ജാറിലിട്ട് നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം. പഞ്ചസാരയും ഏലക്കയും പൊടിച്ചെടുത്തു. ഇനി നമുക്ക് ജ്യൂസ് സെറ്റ് ചെയ്യാം. ജ്യൂസ് സെറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇതുപോലൊരു ചെറിയൊരു കപ്പ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം തണ്ണിമത്തൻ ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് പഞ്ചസാരയും ഏലക്കയും പൊടിച്ചെടുക്കാം. അതിനുശേഷം പാലൊഴിച്ച് കൊടുക്കാം. ഇതിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഐസ് ക്യൂബ്സ് ചേർക്കാം. ഞാൻ ഐസ് ക്യൂബ്സ് ചേർക്കുന്നില്ല, കാരണം ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഐസ് ക്യൂബ്സിൻ്റെ ആവശ്യമില്ല. ഇനി ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് തണ്ണിമത്തൻ കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഒരു ബൗളിൽ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കുറച്ച് തണ്ണിമത്തൻ വെച്ചു, പഞ്ചസാരയും ഏലക്കയും പൊടിച്ചത്. ഇനി വേണ്ടത് പാലാണ്. ഇതിൻ്റെ മുകളിൽ കുറച്ച് തണ്ണിമത്തൻ ഇങ്ങനെ വിതറി കൊടുക്കാം. അങ്ങനെ ഹെൽത്തിയായ തണ്ണിമത്തൻ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. പാലും ഏലക്കയുടെ ഫ്ലേവറും എല്ലാം ചേർത്ത് വളരെ സ്വാദിഷ്ടമായ ഒരു ജ്യൂസാണ് കേട്ടോ ഇത്. ഇനി തണ്ണിമത്തൻ വാങ്ങുമ്പോൾ ഇങ്ങനൊന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.